പേജ് നമ്പർ 34 ആയിക്കോട്ടെ. इन बस एक फर्क है അവിടുന്നല്ലേ ബസ് एक फर्क है അവിടുന്ന് എടുക്കാള് ഒന്ന് പറയാ അവിടുന്ന് അഞ്ഞ് എടുക്കാള് പറയാം പറയും എവിടുന്ന് ഇറക്കാള് ഞാൻ പറയും पेज नंबर 30 सेकंड पैराग्राफ पेज नंबर 30 ओके नील माधव पांडे की ले ओके वेरी गुड ओके നമുക്ക് ലാസ്റ്റ് ചോദ്യം ചോദിക്കാം അല്ലേ അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ ചോദ്യം ചോദിച്ചിലാക്കിയാലോ അതാ നല്ലത് ഞാൻ കുറച്ച് ആളുകളോട് കുറച്ച് അർത്ഥം ഒന്ന് കേൾക്കാം അതാ നല്ലത് കേട്ടോ അപ്പൊ എല്ലാവരും റെഡി ആകുക ജസ്റ്റ് ഒന്ന് നോക്കിയോളെ 1 മിനിറ്റ് സമയം തരാം നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തില്ല മീനിങ് ഞാൻ ഇപ്പൊ ചോദിക്കും അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കുക കഴിഞ്ഞ ക്ലാസ് എടുത്ത് മേ സ്കൂൾ ജാനെ മേ രോയ കർത്ത അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അല്ലേ മേ സ്കൂൾ ജാനെ മേ രോയ കർത്ത അവിടെ നിന്നാണ് എടുത്തത് അപ്പൊ അവിടെ നിന്ന് നോക്കിയാൽ മതി ആ ഭാഗം നോക്കിയാൽ മതി റുഷ്ദ where is റുഷ്ദ എവിടെ റുഷ്ദ കയറിയിട്ടില്ലേ റുഷ്ദ റുഷ്ദ അവളെ കാണാനില്ല അടുത്ത് അഭിനവ് അഭിനവ് കം അഭിനവ് യെസ് അഭിനവ് കമർത്തോട് മെഹനത്ത് എന്ന് പറഞ്ഞ ഇങ്ങോട്ട് നോക്ക് പുസ്തകത്തിൽ നോക്കല്ല നീ പറയും കമർത്തോട് മെഹനത്ത് അറിയോ അൺമ്യൂട്ടാക്ക് ഇല്ല ഓക്കെ വെരി ഗുഡ് അടുത്ത ആള് റോഷൻ 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 വെരി റോഷൻ ആ പറഞ്ഞ കമർത്തോട് മെഹനത്ത് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് യെസ് ഹാർഡ് വർക്ക് ഓക്കെ വെരി ഗുഡ് ഇടയ്ക്കൊന്നേക്ക് നോക്കി നോക്കുന്നു അല്ലേ അടുത്തത് മയാസ് മയാസ് where is മയാസ് മയാസോടെ മയാസ് മയാസ് where is മയാസ് മയാസിനെ കാണാനില്ലല്ലോ എവിടെ മയാസ്
എന്നാ മയാസ് ഉണ്ടല്ലോ, മയാസ് ടി, മയാസ്, ഓപ്പൺ യുവർ വീഡിയോ മയാസ്. എന്താ മയാസേ, ഇത് കേൾക്കണില്ലേ? മയാസ്, can you hear? പറയൂ മയാസ് ടി, ഓപ്പൺ ചെയ്യ്. എവിടെയായിരുന്നു മയാസ്? നിന്നോട് ചോദിക്കാൻ പോണ വാക്ക് കേട്ടോ മയാസ്. ബോച്ച് മയാസെ, ബോച്ച് അറിയില്ല. ഓക്കെ, ഇനി വേറെ ആളോട് ചോദിക്കാം. മയാസിനത് അറിയില്ല. മയാസ്. ഇനി റിബിൻ ഷാ, ഫാത്തിമ റിബിൻ ഷാ കെ, ഫാത്തിമ റിബിൻ ഷാ ഒന്ന് ഓപ്പൺ ചെയ്ത് പറഞ്ഞ. ഫാത്തിമ റിബിൻ ഷാ. റിബിൻ ഷാ അറിയില്ല, റിബിൻ ഷക്ക് അറിയില്ല. ഓക്കെ, എന്നാല് അസ്ന ഫാത്തിമ, അസ്ന ഫാത്തിമ പറയൂ. അസ്ന ഫാത്തിമ, യെസ്, ഓപ്പൺ ചെയ്യും, എന്നിട്ട് പറയൂ. ബോച്ച്, ബോച്ച്. അസ്ന പറയൂ. ഭാരം. ഭാരം. യെസ്, വെരി ഗുഡ്. അപ്പോ തൽക്കാലം നമ്മൾ നിർത്തുക. 1/4 മണിക്കൂറോ ആയല്ലോ. ഇനി ക്ലാസ് കഴിയാൻ നേരത്തെ സമയത്ത് അതിലെ ഗ്രാമർ മറ്റു കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കാം. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കുക, അതിന്റെ മീനിങ് ശരിക്കുക. എന്തിനാണ് മീനിങ് പഠിക്കുക? എല്ലായ്പ്പോഴും പറയാറുണ്ട്, മീനിങ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം, നിർബന്ധം കേട്ടോ. മീനിങ് പഠിക്കൽ നിർബന്ധമാണ്. മീനിങ് പഠിച്ചെങ്കിലേ എന്താണ് ചോദ്യം ചോദിച്ചത് എന്നുള്ള അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പാഠം മനസ്സിലായ നമ്മളെ ആശയത്തിൽ നമുക്ക് എഴുതാം. പാഠം മനസ്സിലായാലും നമുക്ക് എഴുതാം. മീനിങ് അറിയണം ഇന്ന്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളോട് പറയുന്നത്, മീനിങ് നിങ്ങൾ ഒരു ദിവസം മീനിങ് നമ്മൾ എഴുതുന്ന എത്രയുള്ള മീനിങ് അത് അന്ന് അവിടെ ഇരുന്ന് പഠിക്കുക. ഇത് ക്ലാസ് ആണ് കഴിഞ്ഞാണ്ട് എടുത്തുവെച്ചു അല്ലേ? പിന്നെ നിങ്ങൾ എന്താ തുറക്കണേ? ഇനി എന്നാ ഹിന്ദി ഉള്ളത്? അല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച, ഓരോ ശനിയാഴ്ച നിങ്ങൾ എന്താ പറയാ അന്ന് എടുത്ത് വെക്കും. അതുകൊണ്ട് കാര്യമായില്ല. ഓരോ ദിവസം എടുക്കണ ക്ലാസ് എടുക്കണ അന്നന്ന് പഠിക്കുക. എങ്കിലേ നിങ്ങൾക്ക് ഇത് എളുപ്പമാവുള്ളൂ, ഈസി ആവുള്ളൂ. അധിക കുട്ടികൾക്ക് ഹിന്ദി ടഫാനുള്ള കാരണം എന്താ? ഹിന്ദി മീനിങ് അറിയില്ല. പ്രത്യേകിച്ച് ഹിന്ദി മീനിങ് അറിയണമെങ്കിൽ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ, അല്ല കാണാപ്പാടെ പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കാണാപ്പാടം പഠിക്കുന്ന സിസ്റ്റം ഇല്ലല്ലോ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സൊക്കെ പറയണ്ടേ. ഏതായാലും ഇനി ശ്രദ്ധിക്കാം, നിങ്ങള് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അല്ലാതെ നിങ്ങൾ വെറുതെ, ഞാൻ പറഞ്ഞ വെറുതെ വീട്ടിലിരുന്ന് നിങ്ങൾ ആലോചിച്ചോക്കണേ, എത്ര മാസമായി ഇപ്പൊ നിങ്ങൾ വീട്ടിൽ ഇരിക്കൽ തുടങ്ങിയിട്ട്? 1.5 കൊല്ലായി അല്ലേ? കഴിഞ്ഞ വർഷം നമ്മൾ വീട്ടിലിരിക്കാൻ തുടങ്ങിയതാ, കഴിഞ്ഞ മാർച്ച് മാസം മുതലേ അല്ലേ? അപ്പൊ ഇത് എന്തായി? സെപ്റ്റംബറായി. ഈ കൊല്ലം ഇനിയിപ്പോ ഇങ്ങനെ തന്നെ പോവും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ശരിക്ക് പഠിക്കന്നെ വേണം കേട്ടോ. നമ്മള് സെപ്റ്റംബറിലൊക്കെ തുറക്കുന്നു വിചാരിച്ചിരുന്നു, അതും തുറക്കണ ഇത് കാണുന്നില്ല, കൂടി വരില്ലേ. അപ്പൊ അതുകൊണ്ട് തുറക്കണ യാതൊരു കോലം കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. സംശയം ചോദിക്കാൻ മറക്കരുത്. സംശയം ചോദിക്കാൻ മറക്കരുത്, മറക്കല്ല അല്ലെ, ചോദിക്കണില്ല എന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ പറയാണ്, പ്രത്യേകിച്ച് 10ാം ക്ലാസ് ആണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. A+ കഴിഞ്ഞ വർഷം നമുക്കിവിടെ ഒരുപാട് A+ ഉണ്ടായിട്ടുണ്ട് അല്ലെ? ഇതില് മലപ്പുറം റീച്ചില് ഒരുപാട് A+ ഉണ്ട്. നമ്മള് ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷമാണ് നമ്മളതിന്റെ എന്താ ശരിയാ തുടക്കം കുറിച്ച് തന്നെ അറിയാം അല്ലേ? അങ്ങനെയുള്ള സ്ഥാപനത്തിൽ 50ഓളം അല്ലെങ്കിൽ 48 കുട്ടികളെ അത്രയും കുട്ടികൾക്ക് ഫുള്ള് A+ കിട്ടിയിട്ടുണ്ട്. വലിയ കിട്ടലാണ്. അപ്പൊ അതുകൊണ്ട് ഇനി എല്ലാവരും A+ വാങ്ങണം. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കിട്ടും. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി.
ഇത് അധികം ആളുകൾ എന്തില്ല ഇപ്പൊ ചില ആളുകൾ ചോദ്യം ചോദിച്ചാൽ തന്നെ അവര് കാണുന്നില്ല, ചിത്രത്തിൽ അവരില്ല തോന്നും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഉത്തരം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ എന്ത് പറയണം, അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞോളൂ. ഈ ഉത്തരം പറഞ്ഞിട്ട് തെറ്റിച്ചിട്ടും പ്രശ്നത്തില്ല, അപ്പൊ അത് ഉത്തരം പറയാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി കൂടുതൽ പറഞ്ഞില്ല, സമയമില്ലാത്തോളൂ. നോക്കാം. नीला माधव पांडे की आयाम कलाम देखते हुए मुझे अपना बचपन बहुत याद आया. बचपन എന്ന് പറഞ്ഞാല് ചൈൽഡ്ഹുഡ്, അറിയാത്ത എഴുതി വെച്ചിട്ടോ. ബച്പൻ, ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം. क्योंकि ये फिल्म भी उन्हीं विलोमों के बारे में, विलोम എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, ഓപ്പോസിറ്റ് വിപരീതം, വിലോം വിപരീതം, ऑपोजिट. इन्हीं विलोमों के बारे में बात करती है जिनसे मेरे बचपन के सब किस्से बने हैं. किस्सा പറഞ്ഞാല് കഹാനി എന്നാണ് അർത്ഥം, സ്റ്റോറി കേട്ടോ, കഥ. किस्से बने हैं. हमारा नायक कलाम चाय की दुकान में काम करता है. उसका सपना है, सपना എന്ന് പറഞ്ഞാൽ ഡ്രീം, സപ്ന ഡ്രീം, സ്വപ്നം, സപ്ന സ്വപ്നം. उसका सपना है स्कूल जाना और टीवी में देख के लंबे बालों वाले राष्ट्रपति कलाम सा बनना. ലംബ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോങ് കേട്ടോ. ലംബ ലോങ്, നീളമുള്ള, നീണ്ട. ലംബ നീണ്ട. ബാല് നമ്മൾ പഠിച്ചാണ്, ബാലം വാല മുടിയുള്ള, ബാല് മുടി, എയർ അല്ലെ. നമ്മൾ എവിടെ പഠിച്ചാണ്, ബീർബാഹുട്ടി എന്നുള്ള പാഠത്തിൽ പഠിച്ചാണ്. ബേലാക്കെ ബാലോമേം, ബേലാക്കെ ബാലോമേം പഞ്ചാബ് ഹംസായ അല്ലെ. ബേലയുടെ മുടി പിടിച്ച് വലിച്ചു അല്ലെ. ആര്, സുരേന്ദ്രൻ മാർ സാഹിബിനെ അല്ലെ, സുരേന്ദ്രൻ അധ്യാപകൻ ബേലയുടെ മുടി പിടിച്ച് വലിച്ചു. അപ്പൊ ഇവിടെ എന്താ ബാൽ എന്നുള്ള മുടി, എയർ. लेकिन फिल्म में एक और भी बच्चा है, एक और बच्चा भी है. ढाणी के राणा का बेटा रणविजय, जिसे स्कूल जाना कतई, कतई ना नेवर, कतई नेवर, ഒരിക്കലും. കത്തയി നെവർ, ഒരിക്കലും. കത്തയി പസന്ത് നഹി, പസന്ത് എന്ന ലൈക്ക്, ഇഷ്ടം. പസന്ത് ഇഷ്ടം. वही स्कूल जो रणविजय को परीक्षा का डर दिखाकर भयभीत करता है, कलाम को एक अलग जीवन, अलग ना डिफरेंट കേട്ടോ, अलग ഡിഫറെന്റ്, വ്യത്യസ്തമായ. अलग जीवन, बेहतर जीवन, बेहतर ना बेटर, बेहतर बेटर, മുന്തിയ, നല്ലത്, ഏറ്റവും നല്ലത്. बेहतर बेटर, बेहतर जीवन का सपना दिखाता है.
फिल्म में इन दोनों बच्चों की पहली मुलाकात മുലാഖാത്ത് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് കൂടിക്കാഴ്ച മുലാഖാത്ത് കൂടിക്കാഴ്ച मुलाकात കൂടിക്കാഴ്ച मुलाकात के वक्त के संवाद भी संवाद എന്ന് പറഞ്ഞ ഡയലോഗ് സംഭാഷണം വാർത്താലാപ് കോൺവെർസേഷൻ എന്നൊക്കെ പറയാം സംവാദത്തിന് കോൺവെർസേഷൻ സംഭാഷണം അല്ലെങ്കിൽ ഡയലോഗ് സംവാദങ്ങൾ മസേദാർ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് മസേദാർ ഇൻട്രസ്റ്റിംഗ് രസകരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള മസേദാർ ഇൻട്രസ്റ്റിംഗ് രസകരമായ मजेदार और घास इशारा भी करते हैं घास ननल प्रत्येकമായ സ്പെഷ്യാലിറ്റി घास സ്പെഷ്യാലിറ്റി പ്രത്യേകമായ ഇഷാര ഇഷാര എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേഷൻ इशारा इंडिकेशन इशाര इंडिकेशन सूचना എന്ന് പറയും सूचന അപ്പൊ മസേദാർ എന്ന് പറഞ്ഞാൽ എന്താ ആനന്ദകരമായ അല്ലെങ്കിൽ രസകരമായ അല്ലെ മസ എന്ന് പറഞ്ഞാൽ തമാശ എന്നൊക്കെ അർത്ഥമുണ്ട് ആനന്ദം എന്നുള്ള അർത്ഥമുണ്ട് മസേദാർ ആനന്ദകരമായിട്ടുള്ള രസകരമായിട്ടുള്ള ഇവിടെ വളരെ രസകരമായിട്ടുള്ള ഗാസ് എന്ന് പറഞ്ഞാൽ പുല്ല് എന്നല്ല അത് ഈ ഗാ എന്നല്ല ഗ്രാസ് എന്നുള്ളതിന് ഇതാണ് പറയാ ഈ ഗാ ഇതാണ് ഗാസ് ഇതിനാണ് ഗ്രാസ് എന്നുള്ള അർത്ഥം കേട്ടോ ഈ ഗാസിനാണ് ഗ്രാസ് എന്നുള്ള അർത്ഥം ഇവിടെ ഇതാണ് ഇതാണ് ഒരു സ്പെല്ലിംഗ് തെറ്റിയ അർത്ഥം മാറി ഈ ഗാസ് ആണ് സ്പെഷ്യൽ എന്നുള്ളത് എന്താ പറയാ പ്രത്യേകത വിശേഷത എന്നൊക്കെ ഉള്ളത് ഇതാണ് ഈ അക്ഷരം മാറിയാൽ ഇത് ഖാസ് ഇത് ഘാസ് ഘ മേഘം ഇതിനെ ഘ ഇവിടെ ഖാസ് എന്നാണ് ഇഷാര എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു ഇൻഡിക്കേഷൻ സൂചന ആംഗ്യം എന്നൊക്കെ അർത്ഥം കലാം ഇത്തിനി സാരി കിതാബേ കായേം കി ഹേ കായേ എന്ന് പറഞ്ഞാൽ കിസ്കി ആരുടെ എന്നർത്ഥം കായേ ആരുടെ കായ എന്ന് പറഞ്ഞാൽ ആരുടെ കിസ്കി रणविजय आपको अंग्रेजी नहीं आती क्या अंग्रेजी അറിയില്ലേ इंग्लिश अंग्रेजी इंग्लिश कलाम तेरे को पेड़ पर चढ़ना आता है चढ़ना എന്ന് പറഞ്ഞാല് കയറുക ടു ജമ്പ് ചढ़ना ജമ്പ് സോറി ക്ലൈംബ് ജമ്പ് അല്ല ക്ലൈംബ് കയറുക ജമ്പ് പറഞ്ഞാൽ ചാടുക എന്നല്ല ക്ലൈംബ് കേട്ടോ ചढ़ना ക്ലൈംബ് കയറുക
रणविजय हमें घोड़े पर चढ़ना आता है घोड़ അറിയില്ലേ ഹോഴ്സ് അല്ലേ കുതിര घोड़ा കുതിര घुड़सवारी ഹോഴ്സ് റൈഡിങ് കുതിര സവാരി ഹോഴ്സ് റൈഡിങ് കുതിര സവാരി घुड़सवारी कलाम मेरे को ऊंट पर चढ़ना आता है ऊंट कैमल कैमल ഒട്ടകം ऊंट ഒട്ടകം मेरे को ऊंट पर चढ़ना आता है तेरे को क्या ऊंट की दवा करनी आती है दवा करना टू ट्रीट ट्रीटमेंट दवा करना दवा दवा മാത്രാണെങ്കിൽ മെഡിസിൻ ദവ എന്നുള്ളത് മാത്രാണെങ്കിൽ മെഡിസിൻ മറ്റേ ചികിത്സിക്കുക എന്നുള്ള അർത്ഥം ട്ടോ ചികിത്സിക്കുക എന്നുള്ള അർത്ഥം ഏതിന് ദവ കർണ എന്ന് പറയുമ്പോ ദവ എന്ന് മാത്രാണെങ്കിൽ എന്താ പറയാ മരുന്ന് മെഡിസിൻ दवा करना दवा मात्राనికి മെഡിസിൻ दवा करना टू ട്രീറ്റ്മെന്റ് टू गिव ട്രീറ്റ്മെന്റ് അല്ലേ ചികിത്സ കൊടുക്കുക ചികിത്സിക്കുക इन संवादों के बाद कलाम और रणविजय के बीच घुड़सवारी सीखना और पेड़ पर चढ़ना सिखाने के लेन देन എന്നാൽ കൊടുക്കലും വാങ്ങലും എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ എന്നൊക്കെ പറയാം ലേൻ ദേൻ ട്രാൻസാക്ഷൻ അതിന്റെ വേറൊരു വാക്ക് നമ്മള് ഏതാ ഒരു പാഠത്ത് പഠിച്ചിരുന്നല്ലോ ഈ പാഠത്ത് തന്നെ പഠിച്ചിരുന്നു അല്ലെ അദല ബദലി അദല ബദലി നമ്മൾ പഠിച്ചില്ലേ അദല ബദലി ലേൻ ദേൻ രണ്ടും ഒരേ അർത്ഥം തന്നെ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് കൈമാറ്റം ചെയ്യാം അല്ലേ लेन देन കൈമാറ്റം ചെയ്യാം लेन देन को लेकर दोस्ती हो जाती है दोस्ती അറിയില്ലേ ഫ്രണ്ട്ഷിപ്പ് അല്ലേ ഫ്രണ്ട്ഷിപ്പ് മിത്രത കൂട്ടുകെട്ട് സാഹോദര്യം फिल्म के किस्सों में एक यादगार किस्सा यादगार मेमोरेबल यादगार मेमोरेबल यादगार किस्सा चाय की दुकान चलाने वाले के अधूरे अधूरे अनकംപ്ലീറ്റ് अनकംപ്ലീറ്റ് അപൂർണമായ പൂർണ്ണമല്ലാത്ത അധൂര അധൂര അപൂർണമായി एक तरफ का प्रेम एक तरफ का प्रेम वन वे लव वन साइड लव वन वे टू वे अല്ല वन वे लव ഏകപക്ഷീയ സ്നേഹം മലയാളം ഏകപക്ഷീയ സ്നേഹം അതാണ് എന്ത് एक तरफ प्रेम एक तरफ प्रेम
वन वे लव, ഏകപക്ഷീയ സ്നേഹം. और उस लड़के का भी जो सुदूर, സുദൂർ എന്ന് പറഞ്ഞാൽ വെരി ഫാർ, സുദൂർ വളരെ ദൂരെ, വെരി ഫാർ. വെരി ഫാർ. ബീഹഡ്, ബീഹഡ് എന്ന് പറഞ്ഞാൽ ഉയർച്ചയും താഴ്ചയുമുള്ള ഭൂമി, പ്രദേശം. അല്ല, ഹൈ ആൻഡ് ലോ പ്ലേസ്. അല്ലെങ്കിൽ പിറ്റ് ആൻഡ് ഹിൽ ലൊക്കാലിറ്റി, അല്ലേ? കുണ്ടും കുയ്യും. യാദ്ഗാർ എന്ന് പറഞ്ഞാൽ റിമെമ്പറബിൾ, അല്ലെങ്കിൽ ഓർമ്മിക്കാൻ പറ്റുന്ന. യാദ്ഗാർ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കേണ്ട അല്ലെങ്കിൽ ഓർമ്മിക്കുന്ന. ബീഹഡ് എന്ന് പറഞ്ഞാൽ ഉയർച്ചയും താഴ്ചയുമുള്ള പ്രദേശം അല്ലെങ്കിൽ ഭൂമി എന്നൊക്കെ പറയാം, സ്ഥലം. ബീഹഡ് താഴ്ന്ന ഉയർന്ന പ്രദേശമുള്ള, കുണ്ടും കുഴിയും അല്ല കുണ്ടും കുന്നൊക്കെ ഉള്ള സ്ഥലം. അമിതാഭ് की फिल्म देख देख कर उनकी नकल करके, नकल करना इमिटेट, नकल करना इमिटेट അനുകരിക്കുക, നക്കൽ കർണ അനുകരിക്കുക, ഇമിറ്റേറ്റ്. खुद अमिताभ हो जाना चाहता है, बस एक फर्क है. फर्क എന്ന് പറഞ്ഞാൽ വ്യത്യാസം, ഡിഫറൻസ്. ഫർക്ക്, ഡിഫറൻസ്. അർത്ഥമൊക്കെ എല്ലാരും എഴുതിയുണ്ടല്ലോ അല്ലെ? അർത്ഥമൊക്കെ എഴുതണം കേട്ടോ. ക്ലാസ്സൊക്കെ എന്നാ തുടങ്ങണം അപ്പൊക്കെ നോട്ടൊക്കെ ഒന്ന് നോക്കും. അപ്പൊ അതുകൊണ്ട് ശരിക്കും അർത്ഥമൊക്കെ ഒന്ന് എഴുതണം. ഓക്കെ. ബസ് ചെക്ക് ഫർക്ക്, അതിനാണ് നമ്മളിങ്ങനെ സാവധാനത്തിൽ ആദ്യം അർത്ഥം പറഞ്ഞത്. രണ്ടും കൂടി ഒരേ സമയത്ത് നടക്കില്ല വെച്ചിട്ട് ക്ലാസ് എടുക്കലും അർത്ഥം പറഞ്ഞതും കൂടി അപ്പൊ എഴുതലും അല്ലെങ്കിൽ അപ്പൊ മനസ്സിലാവില്ല. അതിനാണ് ആദ്യം എന്ത് ചെയ്യണേ, അർത്ഥമൊക്കെ എഴുതാൻ പറയുന്നത്. ബസ് एक फर्क है, फिल्म में कलाम दिल्ली भी पहुंचता है और उसे अपनी पसंद के स्कूल जाने का मौका भी मिलता है. मौका, चांस, അവസരം. മൗക്ക, അവസരം അല്ലെങ്കിൽ ചാൻസ്. मौका भी मिलता है लेकिन मेरे बचपन में ऐसा नहीं होता. मोरपाल का स्कूल 8वीं के बाद छूट जाता है. छूट जाना, टू लीव, छूटना, टू लीव, വിടുക. छूटना, टू लीव അല്ലെങ്കിൽ വിടുക, മലയാളത്തിൽ വിടുക. छुड़वा दिया जाता है और वह अपने पिता की तरह साथ आज भी वही गेत मजूरी करता है. ഗേത്ത് മജൂരി എന്ന് പറഞ്ഞാൽ, ഗേത്ത് എന്നുള്ള ഒറ്റ വേർഡിന്റെ അർത്ഥം, ഗേത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഫീൽഡ് എന്നാണ് അല്ലെ, വയല്. മജൂരി എന്ന് പറഞ്ഞാൽ വേല, കൂലി എന്നൊക്കെ അർത്ഥമുണ്ട്, വർക്ക്. ഇവിടെ ഉദ്ദേശിക്കണേ ഗേത്ത് മജൂരിയാണ് കൃഷിപ്പണി അല്ലേ?
ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ അഗ്രികൾച്ചർ വർക്ക് അങ്ങനെയൊക്കെ പറയാം, കൃഷിപ്പണി. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കണേ. ഗേത്ത് മജൂരി എന്ന് പറഞ്ഞാൽ അതാണ് കൃഷിപ്പണി. ഗേത്ത് എന്ന് മാത്രമാണെങ്കിലാണ് വയൽ എന്നുള്ള അർത്ഥം. മജൂരി പറഞ്ഞ വേല, കൂലി ഒക്കെ അർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ കൃഷിപ്പണി. इसलिए मेरे लिए कलाम की कहानी 100 में 1 की कहानी है. हमें बाकी 99 कहानी, 99 എന്ന് പറഞ്ഞാൽ 99, 99 99 कहानियों को भी कभी भूलना नहीं चाहिए. भूलना ना टू फॉरगेट, भूलना फॉरगेट, भूलना टू फॉरगेट, जो हमारे बचपनों में है. ओके, अत्री നോക്കാം. അപ്പൊ ഈ മിഹിറിന് എന്തായിരുന്നു? യൂണിഫോമിനോട് വെറുപ്പായിരുന്നു അല്ലെ, അതൊരു ഭാരമായിരുന്നു. എന്നാൽ നമ്മളെ മോർപ്പാലുണ്ടല്ലോ, മോർപ്പാല് യൂണിഫോമിനോട് ഇഷ്ടായിരുന്നു. ഈ മിഹിറിന് ഭാരാൻ കാരണം അല്ലെങ്കിൽ ഇഷ്ടമില്ലാതിരിക്കാൻ കാരണം എന്താ? അവന് പട്ടണത്തിലെ ഏറ്റവും നല്ല, പട്ടണത്തിലെ ഏറ്റവും മുന്തിയ അങ്ങാടിയിൽ നിന്ന് ഏറ്റവും നല്ല വസ്ത്രം വാങ്ങിയിരുന്നു. ആരടുത്തുണ്ട് വാങ്ങിയ വസ്ത്രം? മിഹിറിന്റെ അടുത്തുണ്ട്. എന്ന് പറഞ്ഞാൽ മിഹിർ ഒരു പണക്കാരന്റെ മകനാ അല്ലെ, അല്ലെങ്കിൽ പണക്കാരനാണ് മിഹിർ. എന്നാൽ മോർപ്പാല് ഒരു പാവപ്പെട്ടവന്റെ മകനാ, എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനാണ്. ആര്? മോർപ്പാൽ. അപ്പൊ മിഹിറിനെ സംബന്ധിച്ചിടത്തോളം ഈ യൂണിഫോമിലേറെ മുന്തിയ വസ്ത്രങ്ങൾ മിഹിറിന്റെ അടുത്തുണ്ടായിരുന്നു. എന്നാൽ ഈ മോർപ്പാലിനെ സംബന്ധിച്ചിടത്തോളം യൂണിഫോം ആയിരുന്നു അവന് പുതിയത് എന്ന് പറയാനുള്ളത്. യൂണിഫോം, സ്കൂൾ യൂണിഫോം ആയിരുന്നു ഇവനെ സംബന്ധിച്ചിടത്തോളം. ആരെ സംബന്ധിച്ചിടത്തോളം? മോർപ്പാലിനെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ യൂണിഫോം ആയിരുന്നു പുതിയതായിട്ടുണ്ടായിരുന്നത് ആ ഒരു ജോഡി. അതുകൊണ്ട് തന്നെ അത് കല്യാണത്തിൽ വരെ ധരിച്ചിട്ട് അവൻ വന്നിരുന്നു അല്ലെ. അത് സ്വാഭാവികമാണ്. പുതിയതായിട്ടുള്ള യൂണിഫോം ആണെങ്കിലും ശരി, പുതിയതായിട്ടുള്ള ഏതാ വസ്ത്രം അത് കല്യാണത്തിന് പോലും അവൻ ധരിച്ചിരുന്നത് സ്വാഭാവികമാണ് എന്ന് ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്. ഇനി നോക്കാം. നീല മാധവ് പാണ്ഡേക്ക് അയാം കലാം ദേഖ്തേ ഹുയേ. നീല മാധവ് പാണ്ഡെയുടെ, അപ്പൊ അതിന്റെ നിർമ്മാതാവ് ആരാണ്? നീല മാധവ് പാണ്ഡെയാണ്. അയാം കലാം എന്നൊരു ഫിലിമാണ്, മനസ്സിലായല്ലോ. അയാം കലാം എന്നുള്ളതൊരു ഫിലിമാണ്. അപ്പൊ നീല മാധവ് പാണ്ഡെയുടെ അയാം കലാം ദേഖ്തേ ഹുയേ, അയാം കലാം കണ്ടിട്ട്, മുझे എനിക്ക്, അപ്ന ബച്പൻ തന്റെ കുട്ടിക്കാലം, ബഹുത് യാദായ ഒരുപാട് ഓർമ്മ വന്നു. അപ്പൊ ഈ മിഹിർ നീലമാധവ് പാണ്ഡെയുടെ അയാം കലാം എന്ന ഫിലിം കണ്ടപ്പോഴാണ് മിഹിറിന് തന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർമ്മ വന്നത്. മനസ്സിലായോ? മിഹിറിന് തന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർമ്മ വന്നത് എപ്പോഴാ? ഈ അയാം കലാം എന്ന ഫിലിം കണ്ടിട്ട്. ഈ അയാം കലാം ഫിലിം ആരതാണ്? നീലമാധവ് പാണ്ഡെയുടേത്. മനസ്സിലായോ? അയാം കലാം എന്നുള്ള ഫിലിം നീലമാധവ് പാണ്ഡെയുടേത്. പക്ഷെ ഈ അയാം കലാം ഇവിടെ എഴുതിയത് ആരാണ്? അതിന്റെ റൈറ്റർ ആരാണ്? അത് നമ്മൾ നോക്കണം. മിഹിർ അല്ലെ, മിഹിറാണ് ഇത് എഴുതിയിട്ടുള്ളത്. ആ മിഹിറിന് അയാം കലാം എന്ന ഫിലിം കണ്ടപ്പോ ഓർമ്മ വന്നു. എന്താ ഓർമ്മ വന്ന്? അപ്ന ബച്പൻ തന്റെ കുട്ടിക്കാലം. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ യഹ് ഫിലിം ബി, ഈ ഫിലിമിലും, യഹ് ഫിലിം ബി ഈ ഫിലിമും, ഉനീം വിലോമം കെ ബാരമേ ആ ഓപ്പോസിറ്റുകളെ പറ്റി, ആ വിപരീതങ്ങളെ പറ്റി ബാത്ത് കർത്തിയെ സംസാരിക്കുന്നു. ബാത്ത് എന്ന് പറഞ്ഞാൽ കാര്യം എന്നർത്ഥം. വെറും ബാത്ത് എന്ന് പറയുകയാണെങ്കിൽ കാര്യം, മാറ്റർ. ബാത്ത് കർണ ടു സ്പീക്ക്, സംസാരിക്കുക. ബാത്ത് കർണ, ബാത്തിന്റെ കൂടെ കർണ എന്ന് കൂടി ചേർന്നാൽ സംസാരിക്കാൻ. അപ്പൊ ഇവിടെ ആ ഫിലിമിലും ഇവരുടെ ഓപ്പോസിറ്റുകളെ കുറിച്ച്,
ആ ഫിലിമും പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. മനസ്സിലാ? ഏത് ഓപ്പോസിറ്റ്? മോർപാലും മിഹിറും. കുട്ടിക്കാലത്ത് എങ്ങനെയാണോ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ വിപരീതങ്ങൾ ഉണ്ടായിരുന്നത്, അതേ വിപരീതങ്ങള് ഈ ഫിലിമിലുണ്ട്. അതാണ് പറഞ്ഞത്. അവരുടെ കുട്ടിക്കാലത്തിൽ ഏതെല്ലാം വിപരീതങ്ങളാണ് ഉണ്ടായിരുന്നത്? വിപരീതം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലെ? അതായത് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാല് ഒരാൾക്ക് മോര് ഇഷ്ടമായിരുന്നു, അപ്പൊ മറ്റാൾക്ക് എന്താണ് എന്താ രാജ്യമന് ഇഷ്ടമുണ്ടായിരുന്നു അല്ലെ? ഒരാൾക്ക് ചാച്ച്, മിഹിറിന് ചാച്ചന് ഇഷ്ടം, എന്നാൽ മോർപാലിന് രാജ്യമായിരുന്നു അല്ലെ? അതുപോലെ മിഹിറിന് യൂണിഫോം ഇഷ്ടമാണ്, സോറി ഇഷ്ടമല്ല മിഹിറിന്, എന്നാൽ മോർപാലിന് യൂണിഫോം ഇഷ്ടമായിരുന്നു. മിഹിറിന് എന്നും സ്കൂൾക്ക് പോകാൻ താല്പര്യമില്ല, എന്നാൽ മോർപാലിന് എന്നും സ്കൂൾക്ക് പോകാൻ താല്പര്യമില്ല അല്ലെ? മിഹിർ സ്കൂൾ ഇല്ല എന്ന് കേട്ടാലും നൃത്തം ചെയ്യുമായിരുന്നു, എന്നാൽ മോർപാലിന് സ്കൂൾ ഉണ്ടെന്ന് കേട്ടാലോ സങ്കടമായിരുന്നു അല്ലെ? ഉദാസ് വളരെ സങ്കടത്തോട് ഇരിക്കുമായിരുന്നു. അപ്പൊ ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? ഈ ഫിലിമിലും ഇതേപോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കുട്ടിക്കാലത്തുള്ള അതേപോലെ ഈ അയാം കലാം എന്ന ഫിലിമിലും ഈ വിപരീതങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ജിൻസെ മേരെ ബച്പൻ കാ സബ് കിസ്സെ മേടാ. ഏതുകൊണ്ടാണോ എന്റെ കുട്ടിക്കാലത്തുള്ള മുഴുവൻ കഥകൾ ഉണ്ടായിട്ടുള്ളത്, അതേപോലെ ആ കഥകളൊക്കെ അല്ലെങ്കിൽ അതേപോലെ ഈ ഫിലിമിലുണ്ട്. എന്റെ കുട്ടിക്കാലത്തിൽ ഉള്ളതുപോലെ ഈ ഫിലിമിലും ഉണ്ട്. ഏത് ഫിലിമില്? അയാം കലാം എന്ന ഫിലിമിൽ. ഹമാര നായക്, നമ്മുടെ നായകൻ കലാം. ഈ കലാമാണല്ലോ നമ്മുടെ നായകൻ. ചായക്ക് ദുക്കാൻ മേ കാം കർത്താ ഹൈ, ഒരു ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത്. കലാം ഒരു ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത്. ഉസ്കാ സപ്നാ ഹൈ, അവന്റെ സ്വപ്നം. അതായത് ഫിലിമിലുള്ള കലാം ഉണ്ടല്ലോ, അവൻ ഒരു ചായക്കടയിലാണ്, ഫിലിമില് ഒരു ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത്. ഉസ്കാ സ്വപ്നാ ഹൈ, അവന്റെ സ്വപ്നം. സപ്നാ ഹൈ, സ്വപ്നം. സ്കൂൾ ജാന, സ്കൂളിലേക്ക് പോവുക. ഇത് അവന്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ആ ചായക്കടയിലുള്ള ആ കലാമിന്റെ സ്വപ്നമായിരുന്നു, സ്കൂളിലേക്ക് പോവുക. അതോടൊപ്പം തന്നെ ടി വി മേം ദേഖേ, ടി വിയിൽ കണ്ടിട്ടുള്ള ലംബേ ബാലോം വാലെ, നീണ്ട മുടിയുള്ള രാഷ്ട്രപതി കലാം സാ ബന്ന, രാഷ്ട്രപതി കലാമിനെ പോലെ, സാ എന്ന് പറഞ്ഞാൽ പോലെ എന്നർത്ഥം, ലൈക്ക്. രാഷ്ട്രപതി കലാം സാ ബന്ന, രാഷ്ട്രപതി കലാമിനെ പോലെ ആവുക, ഇതായിരുന്നു ഇവന്റെ ആഗ്രഹം. ആരുടെ ആഗ്രഹം? ഫിലിമിലുള്ള കലാമിന്റെ ആഗ്രഹം. മനസ്സിലായോ? അവന് സ്കൂൾക്ക് പോകാൻ നല്ല ആഗ്രഹമുണ്ട്, സ്കൂൾക്ക് പോവുക ഒന്നത്. മറ്റൊന്ന് എന്താ ഈ ടി വിയിലൊക്കെ കാണുന്ന അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാഷ്ട്രത്തിന്റെ ഭർത്താവാണല്ലോ രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ അല്ലെ? രാഷ്ട്രപതി എന്നാണ്, പതി പറഞ്ഞാൽ ഭർത്താവാണ്. അപ്പൊ രാഷ്ട്രത്തിന്റെ ഭർത്താവായിരുന്ന ഈ കലാം, ആ നീണ്ട മുടിയുള്ള കലാമിനെ കണ്ടവർക്കറിയാം അല്ലെ? മുടിയൊക്കെ ഇങ്ങനെ ഇതായിട്ട് കുറച്ചിങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ മുടി ഇങ്ങനെ നീട്ടിയിട്ട് വളർത്തണം. അതാണ് ബാക്കൊക്കെ ഉണ്ട്. ആ കലാമിനെ പോലെ ആവാനും സ്കൂളിലേക്ക് പോവാനാണ് ഈ കലാം ആഗ്രഹിച്ചിരുന്നത്, ഫിലിമിലെ കലാം ആഗ്രഹിച്ചിരുന്നത്. ലേക്കിൻ എന്നാൽ ഫിലിമേ ഏക് ഓർ ബച്ചാ ഭി ഹേ, ഫിലിമില് ഒരു കുട്ടിയുണ്ട്, ഫിലിമില് വേറൊരു കുട്ടിയുണ്ട്. ആരാണ്? ധാണിക്ക് റാണ കാ ബേട്ട, ധാണിയിലുള്ള റാണയുടെ മകൻ രൺവിജയ്. അവന്റെ പേരാണ് രൺവിജയ്. ഈ പേര് മറക്കണ്ട. കലാം രൺവിജയ്. അവിടെ മിഹിർ മോർപാല്. മനസ്സിലാ? മിഹിർ മോർപാല്, രൺവിജയ് കലാം. रानी के राणा का बेटा रणविजय जिसे स्कूल जाना कतई पसंद नहीं, അവനക്ക് സ്കൂളിൽ പോകാൻ ഒരിക്കലും ഇഷ്ടമല്ല. ആർക്ക്? രൺവിജയന്. പ്രധാനം ശ്രദ്ധിക്കുക, രൺവിജയന് സ്കൂളിൽ പോകാൻ തീരെ താല്പര്യമില്ല. ആരെപ്പോലെ?
മിഹിറിനെ പോലെ, മിഹിർ കെ സമാൻ അല്ലെങ്കിൽ മിഹിർ കെ ജയ്സെ, മിഹിറിനെ പോലെ ആർക്ക് താല്പര്യമില്ല? ഈ രൺവിജയന് സ്കൂൾക്ക് പോകാൻ താല്പര്യമില്ല. പക്ഷെ മോർപാലിനെ പോലെ സ്കൂൾക്ക് പോകാൻ ആർക്ക് താല്പര്യമുണ്ട്? കലാമിന് താല്പര്യമുണ്ട്. മനസ്സിലാ? അപ്പൊ ആ വ്യത്യാസങ്ങള് അതിനുള്ള അവരുടെ കുട്ടിക്കാലത്തുള്ള അതേ വ്യത്യാസങ്ങൾ ഇതിൽ വരുന്നുണ്ട്. വഹി സ്കൂൾ, ഈ ആ സ്കൂളുകാര് ജോ രൺവിജയ്ക്കോ പരീക്ഷ ഡർ ദിക്കാക്കർ, രൺവിജയനെ പരീക്ഷയുടെ പേടി കാണിച്ചിട്ട് ഹൈബീദ് ഭയപ്പെടുത്തുന്നു. ഇവനൊരു മടിയനാ. ആര്? രൺവിജയ്. പഠിക്കാനും മോശമാണ്, സ്കൂളിലേക്കും ശരിക്കും പോവില്ല. പക്ഷെ രാജകുമാരനാണ്, ഉയർന്ന കുടുംബത്തിലുള്ള ആളാണ്. ആര്? രൺവിജയ്. ഉയർന്ന ജാതിക്കാരൻ, ഉയർന്ന കുടുംബത്തിലുള്ള ആളാണ്. ഈ കലാം എന്ന് പറഞ്ഞ താഴ്ന്ന കുടുംബത്തിൽപ്പെട്ട ചോട്ടു എന്നാണ് അവന്റെ ശരിക്കുള്ള പേര്. ചോട്ടു എന്ന കലാം. അവന് എന്താണ്? താഴ്ന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഇവനാണെങ്കിലോ എല്ലാ സൗകര്യവും ഉണ്ട്. പക്ഷെ ഇവൻക്കാണെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ താല്പര്യമില്ല. മിഹിറിനെ പോലെ. മിഹിർ അങ്ങനെയാണല്ലോ, വലിയ കുടുംബത്തിലുള്ള ആൾ മിഹിർ. അപ്പൊ മിഹിറിനെ പോലെ ഈ രൺവിജയന് സ്കൂൾക്ക് പോവാൻ താല്പര്യമില്ല. അപ്പൊ സ്കൂളുകാർ എന്ത് ചെയ്തു? ഇവൻ ഏതായാലും ഒരു മടിയനല്ലേ, സ്കൂളുകാര് ഇവനെങ്ങനെ പരീക്ഷന്റെ പേടിയും പറഞ്ഞിട്ട് അതിങ്ങനെ കാണിച്ചിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു? ഭയപ്പെടുത്തുന്നു. ആരെ? രൺവിജയനെ ഭയപ്പെടുത്തുന്നു. फिल्म में इन बच्चों की पहली मुलाकात के वक्त के संवाद भी, ഫിലിമില് ഈ കുട്ടികളുടെ ആദ്യത്തെ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ രൺവിജയന്റെയും കലാമിന്റെയും കൂടിക്കാഴ്ച സമയത്ത് സംവാദ് ബി, ഇവിടെ മസദ് അവരുടെ ഡയലോഗുകൾ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സംഭാഷണങ്ങളിൽ, അത് വളരെ രസകരമാണ്. ഇവ രണ്ടുപേരുടെയും ഈ സംഭാഷണങ്ങളും വളരെ രസകരമാണ്. അവർ ഗാസ് പ്രത്യേകിച്ച് ഇഷാരാക്കി കർത്ത അവരുടെ ആംഗ്യം, അവരുടെ സൂചന, അവരിങ്ങനെ ഈ ആംഗ്യം കാണിക്കണ്ടല്ലോ, ഈ ആംഗ്യവും ഇതും വളരെ രസകരമാണ്. ഇവ രണ്ടുപേരുടെയും സംഭാഷണങ്ങളും രസകരമാണ്, അതോടൊപ്പം തന്നെ അവരുടെ ആംഗ്യങ്ങളും എന്താണ്? രസകരമാണ്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. നീലമാധവ് പാണ്ഡെക്ക് അയാം കലാം ദേഖ്തേ ഹുയേ, നീലമാധവ് പാണ്ഡെയുടെ അയാം കലാം കണ്ടിട്ട്, മുझे എന്ന് പറഞ്ഞാൽ മിഹിറിന് കേട്ടോ, മിഹിറിന്, മുझे എനിക്ക്, മേം പ്ലസ് കോ അല്ലെ, മേം പ്ലസ് കോ. ഞാൻ പറഞ്ഞു നിങ്ങളോട്, മാ കണ്ടാൽ സർവനാമം മേം എന്നാണ് എഴുതേണ്ടത്. ആദ്യത്തെ അക്ഷരം മാ കണ്ടാൽ മേം, പിന്നെ കോ വരുമ്പോഴാണ് കോടെ കാണാത്ത. മേം പ്ലസ് കോ, മുझे എനിക്ക്, പറഞ്ഞാൽ അവിടെ മിഹിറിന്. അപ്പിന ബച്പൻ ബഹുത്തി യാദായ, തന്റെ കുട്ടിക്കാലം ഒരുപാട് ഓർമ്മ വന്നു. എന്ത് കണ്ടപ്പോ? അയാം കലാം എന്ന ഫിലിം. അത് ആരുടേതാണ് ആ ഫിലിം? നീലമാധവ് പാണ്ഡെയുടേത് അല്ലെ. നീലമാധവ് പാണ്ഡെയുടെ അയാം കലാം എന്ന ഫിലിം കണ്ടിട്ട് മുझे എനിക്ക് എന്ന് പറയാം, മിഹിർക്കോ മിഹിറിന്, അപ്ന ബച്പൻ തന്റെ ചൈൽഡ്ഹുഡ്, തന്റെ കുട്ടിക്കാലം, ബഹുത്ത് യാദായ ഒരുപാട് ഓർമ്മ വന്നു. ക്യോംകി എന്തുകൊണ്ടെന്നാൽ, ഓർമ്മ വരാനുള്ള കാരണം പറയണേ. ക്യോംകി എന്തുകൊണ്ടെന്നാൽ, യഹ് ഫിലിം ഭി ഈ ഫിലിമും, ഉനീ മിലോമും കെ ബാരേമേ ആ ഓപ്പോസിറ്റുകളെ പറ്റി, ആ വിപരീതങ്ങളെ പറ്റി ബാത് കർത്തേ ഹെ സംസാരിക്കുന്നു. അതായത് ഈ ഫിലിമിലും എന്തുണ്ട്? ആ ഓപ്പോസിറ്റുകൾ ഉണ്ട് എന്നർത്ഥം. ഞങ്ങളുടെ ജീവിതത്തിൽ, എന്റെയും മോർപ്പാലിന്റെയും ജീവിതത്തിലുള്ളത് പോലെ ഈ ഫിലിമിലും അങ്ങനെ വിപരീതങ്ങൾ ഉണ്ട്. അതാണ് ജിൻസെ മേരെ ബച്പൻ കെ സബ് കിസ്സേ ബനെ, ഏതുകൊണ്ടാണോ എന്റെ കുട്ടിക്കാലത്തുള്ള മുഴുവൻ കഥകളും ഉണ്ടായിട്ടുള്ളത് അതെല്ലാം ഇതിലുണ്ട്. ഹമാരാ നായക കലാം, നമ്മുടെ നായകൻ കലാമ് ചായക്ക് ദുക്കാൻ മേക്കാൻ കർത്തെ, ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. ദുക്കാൻ എന്നുള്ള വാക്ക് സ്ത്രീലിംഗ് ആണ് അല്ലേ? ദുക്കാൻ എന്നുള്ള വാക്ക് സ്ത്രീലിംഗ് ആണ്, അതുകൊണ്ടാണ് ചായക്ക് ദുക്കാൻ, ചായക്കട. ചായ എന്നുള്ളത് സ്ത്രീലിംഗം തന്നെ. ഇവിടെ ഇപ്പം ചായ സ്ത്രീലിംഗം പുല്ലിംഗം നമുക്ക് അറിയില്ല. ദുക്കാൻ സ്ത്രീലിംഗം നമുക്കറിയും. കാരണം എന്താ? അതിന്റെ പുറത്ത് എന്തുണ്ട്? കീ ഉണ്ട്. അതുകൊണ്ട് ചായക്ക് ദുക്കാൻ മേ, ചായക്കടയിൽ കാം കർത്തെ ജോലി ചെയ്യുന്നു. ആര്? കലാം. ഈ ഫിലിമിലുള്ള കലാം. ഉസ്കാ സപ്ന ഹെ, അവന്റെ സ്വപ്നം സ്കൂൾ ജാന और टीवी देखने, സ്കൂൾ ജാന സ്കൂളിലേക്ക് പോവുക,
അതോടൊപ്പം തന്നെ ടി വി മേം ദേഖേ, ടി വിയിൽ കണ്ടിട്ടുള്ള ലംബേ ബാലോം ബാലെ, നീണ്ട മുടിയുള്ള രാഷ്ട്രപതി കലാം സബന്ന, രാഷ്ട്രപതി കലാമിനെ പോലെ ആവുക. ഇതാണ് ഇവന്റെ സ്വപ്നം. ആരുടെ സ്വപ്നം? ഈ കലാമിന്റെ സ്വപ്നം. മനസ്സിലാവും? രാഷ്ട്രപതിയായിരുന്ന, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനും രാഷ്ട്രപതിയും എല്ലാം ആയിരുന്ന കലാമിനെ പോലെ ആവുക, സ്കൂളിലേക്ക് പോവുക. ഇത് രണ്ടും ഇവന്റെ ഒരു സ്വപ്നമായിരുന്നു. ലേക്കിൻ എന്നാൽ ഫിലിം മേം ഏക് ഓർ ബച്ച ഭി ഹൈ, ഫിലിമിൽ വേറെ ഒരു കുട്ടിയും കൂടി ഉണ്ട്. ഫിലിമിൽ വേറൊരു കുട്ടി ഉണ്ട്. ആരാണ്? ധാണി കെ റാണ ക ബേട്ട, ധാണിയിലുള്ള റാണ എന്ന ആളുടെ മകൻ രൺവിജയ്. രൺവിജയ് മനസ്സിലാ? ധാണിയിലുള്ള റാണയുടെ മകൻ രൺവിജയ്. ജിസെ, അവന് സ്കൂൾ ജാന കത്തയീ പസന്തിനെ, സ്കൂൾക്ക് പോകാൻ ഒരിക്കലും ഇഷ്ടമല്ല. സ്കൂൾക്ക് പോകാൻ ഒരിക്കലും ഈ രൺവിജയന് ഇഷ്ടമല്ലായിരുന്നു. വഹീ സ്കൂൾ, ആ സ്കൂള്, ഇവന്റെ സ്കൂള്, ജോ രൺവിജയ് കോ പരീക്ഷ ക ഡർ ദിഖാകർ, രൺവിജയനെ പരീക്ഷയുടെ പേടി കാണിച്ചിട്ട്, സ്കൂളുകാര് രൺവിജയനെ പരീക്ഷയുടെ പേടി കാണിച്ചിട്ട് ഭയഭീത് കർത്ത ഹൈ, ഭയപ്പെടുത്തുന്നു. മനസ്സിലാ? സ്കൂളുകാർ ഇവരെങ്ങനെ ഇടക്കിടക്കിങ്ങനെ പരീക്ഷ വരുന്നുണ്ട്, അതുണ്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവരെങ്ങനെ ഭയപ്പെടുത്തുന്നു, അങ്ങനെ പേടിപ്പിച്ച് നിർത്തുന്നു, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നു. കലാം കോയ് അലഗ് ജീവൻ. എന്നാൽ കലാമിനാണെങ്കിലോ വേറിട്ടുള്ള ഒരു ജീവിതം, കലാമിനൊരു വ്യത്യസ്തമായ ജീവിതം. ബെഹത്തർ ജീവൻ കാ സ്വപ്നം, നല്ല ജീവിതത്തിന്റെ ഒരു സ്വപ്നം കാണിക്കുന്നു, മുന്തിയ ജീവിതം അവനക്ക് ഓഫർ ചെയ്യുന്നു. മനസ്സിലായി? കലാമിനെ പഠിക്കാൻ താല്പര്യമുള്ള ആളാണ്, അപ്പൊ എന്ന് സ്കൂളിലേക്ക് വരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഈ കലാമിന് നല്ല ഓഫറുകൾ, അല്ലെങ്കിൽ അവനക്ക് ഭാവി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. കലാമിന് ഏക് അലഗ് ജീവൻ, ഒരു പ്രത്യേകത ജീവിതം. ബെഹത്തർ ജീവൻ കാ, മുന്തിയ ജീവിതത്തിന്, ഏറ്റവും നല്ല ജീവിതത്തിന്റെ സ്വപ്നം അവനെ കാണിപ്പിക്കുന്നു. ഫിലിമേ ഇൻ ദോനോ ബച്ചോं की पहली मुलाकात के वक्त, ഫിലിമില് ഈ രണ്ട് കുട്ടികളുടെയും ആദ്യത്തെ കൂടിക്കാഴ്ച സമയത്ത്, പഹലി മുലാഖാത്ത്, ആദ്യത്തെ കൂടിക്കാഴ്ച വക്ത് കെ സംവാദ് ബി, ആദ്യത്തെ കൂടിക്കാഴ്ച സമയത്തുള്ള സംവാദം ഉണ്ടല്ലോ, അവരുടെ ഡയലോഗുകൾ അല്ലെങ്കിൽ അവരുടെ സംഭാഷണങ്ങൾ ഇവിടെ മസേദാർ ഹെ, വളരെ രസകരമാണ്. ആദ്യത്തെ കൂടിക്കാഴ്ച സമയത്തുള്ള അവരുടെ സംഭാഷണങ്ങൾ വളരെ രസകരമാണ്. ഓർ ഖാസ്, പ്രത്യേകിച്ച് ഇഷാരബി, അവരുടെ ആംഗ്യവും വളരെ രസകരമായിരുന്നു. ഇനി ആ സംഭാഷണത്തെ കേൾക്കാം. കലാം, ആദ്യം കലാമാണ് ചോദിക്കുന്നത് ഈ രൺവിജയനോട്. ഇത്തിനി സാരി കിതാബേ ഖായം കി ഹെ, ഇത്രയും മുഴുവൻ പുസ്തകങ്ങളും ഖായം കി ഹെ, ആരുടേതാണ്? ഇത്രയും നല്ല പുസ്തകങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ എല്ലാ പുസ്തകങ്ങളും ആരുടേതാണ്? കായം എന്നാണ് കിസ്കി എന്നർത്ഥം. ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് കായം. കായം കിസ്കി ഹെ, ആരുടേതാണ്? അപ്പൊ രൺവിജയ് അതിന് നേരെ മറുപടി അല്ല പറഞ്ഞത്, ആരുടേതെന്ന് ചോദിച്ചപ്പോളെ ആ ചോദിച്ചതിനല്ല മറുപടി ആണ്. നമ്മളറിയില്ലേ ഉരുളക്കുപ്പേരി എന്ന് അറിയില്ലേ, എന്ന പോലെ എന്താ പറയാ, തട്ടുത്തരം പറയാറില്ല, അതിനാണ്. അപ്പൊ അംഗ്രേസിനെ ആത്തിക്ക, താങ്കൾക്ക് എന്താ ഇംഗ്ലീഷ് അറിയില്ലേ? താങ്കൾക്ക് എന്താ ഇംഗ്ലീഷ് അറിയാന്ന് ചോദിച്ചേ. ആരോട്? രൺവിജയ് ആരോട് ചോദിച്ചാ? കലാമിനോട് ചോദിച്ചാ. അപ്പൊ കലാം ചോദിച്ചതിനല്ല മറുപടി ആണ്, വേറൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ കലാം പറയാം, തേരൊക്കെ പേടിപ്പർ ചെണ്ണാത്ത ഹേ, നിനക്ക് മരത്തുമ കയറാൻ അറിയോ? അതിന് മറുപടി അല്ല പറഞ്ഞു, വേറെ ചോദ്യം ചോദിച്ചു. തേരേക്കോ, ഈ തേരേക്കോ എന്നുള്ളത് ഈ കൊളോക്കൽ ലാംഗ്വേജ് തന്നെ കേട്ടോ. നമ്മൾ സാധാരണ തേരേക്കോ എന്ന് പറയില്ല, തുജേന്നേ പറയുള്ളൂ. തുജേ, തൂ പ്ലസ് കോ എന്നേ പറയുള്ളൂ, അല്ലാതെ തൂ പ്ലസ് കേക്കോ ചേർക്കൂല. മനസ്സിലാ? പക്ഷെ ഇതൊരു നാടൻ പ്രയോഗമാണ്. നമ്മൾ സാധാരണ എന്താ ഒരു മലപ്പുറക്കാരുടെ ഭാഷ പറയുകയാണെങ്കിൽ, നമ്മളെ ഭാഷ പറയുകയാണെങ്കിൽ എന്താണ്? അജ്ജേ പജ്ജിന്റെ നെജ്ജ് ബിജന്റെ കജ്ജുമല് ആയി അല്ലേ? ഒരു നാടൻ ശൈലി. എന്ന പോലെ ഒരു തേരേക്കോ, ശരിക്ക് ബോംബെയിലൊക്കെ സംസാരത്തില് തേരേക്കോ അങ്ങനത്തെ പറയല്ലേ. അപ്പൊ അതൊരു നാടൻ ശൈലിയാണ്. ശരിക്കും ഹിന്ദിയിൽ നമ്മൾ ഗ്രാമരപരമായി നോക്കുമ്പോൾ തെറ്റാണ്. തുജിക്കോ അല്ലെങ്കിൽ തുജെ എന്നാ പറയുള്ളൂ.
തുജെ പേട് पर चढ़ना നിനക്ക് മരത്തുമ്മ കയറാൻ അറിയോ ഇവിടെ തേരേക്കൊന്ന് പഠിച്ചത് ഏതായാലും നോക്കാം അപ്പൊ നിനക്ക് മരത്തുമ്മ കയറാൻ അറിയോ അപ്പൊ രൺവിജയ് ഹമേം ഗോഡെ पर चढ़ना तय അപ്പൊ കേട്ടോ ഞങ്ങൾക്ക് കുതിരപ്പുറത്ത് കയറാൻ അറിയുന്നു കേട്ടോ നമുക്ക് എനിക്കെന്നുള്ള ഉദ്ദേശിക്കുന്നത് ഹമേം എനിക്ക് घोड़े पर चढ़ना तय കുതിരപ്പുറത്ത് കയറാൻ അറിയുന്നു അപ്പൊ കുതിരസവാരി അത്തിഹേ നിനക്ക് കുതിരസവാരി അറിയോ രണ്ടാളും ഇതാണ് രസകരാണ് ഇവരുടെ സംഭാഷണം രസകര അതിനപ്പുള്ള അവരുടെ ആംഗ്യവും രസമുണ്ടാവും അപ്പൊ ഇതാണ് ചോദിച്ചിനെല്ലാം മറുപടി പറഞ്ഞ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കും അപ്പൊ കലാം മേരൊക്കെ ഊണ്ടുപ്പർ ചെണ്ണാത്ത എനിക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ അറിയാം തേരേക്കൊക്കെ ഊണ്ടിക്ക് ദവാ കറിയൊക്കെ എനിക്ക് ഒട്ടകത്തിന് മരുന്ന് കൊടുക്കാൻ അറിയാം എനിക്ക് ചികിത്സിക്കാൻ അറിയാം എനിക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ അറിയുന്നു കലാം പറയണേ എന്നിട്ട് ചോദിക്കണേ തേരേക്കോ നിനക്ക് ഊണ്ടിക്ക് ദവാ കറിയാത്തിയെ ഒട്ടകത്തെ ചികിത്സിക്കാൻ അറിയാം ദവാ കറിയാത്തിയെ ചികിത്സിക്കാൻ അറിയാം ഇൻ സംവാദം കെ ബാദ് ഈ സംഭാഷണങ്ങൾക്ക് ശേഷം കലാം और रणविजय के बीच കലാമിന്റെയും രൺവിജയിന്റെയും ഇടയിൽ ഗുഡ് സവാരി സീക്കിനെ കുതിര സവാരി പഠിക്കാനും और पेड़ पर चढ़ना മരത്തുമ്മ കയറാനും സിക്കാനൊക്കെ ലേൻ ധരിക്കാം ഈ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഈ എക്സ്ചേഞ്ച് ഈ കൊടുക്കലും വാങ്ങലും എന്താണ് ഒരാൾ പഠിപ്പിക്കാം മറ്റാൾ പഠിക്കാം തിരിച്ച് ഇങ്ങനെ പഠിപ്പിക്കുക ആള് മറ്റാൾ എന്ത് ചെയ്യാ പഠിക്കുക ഇങ്ങനെ കൊടുക്കലും വാങ്ങലുമായിട്ട് ദോസ്തി ഹോജ അവര് ഫ്രണ്ട്ഷിപ്പായി അവർ നല്ല മിത്രങ്ങളായി കൂട്ടുകെട്ടുണ്ടായി മനസ്സിലാ എന്തിന് ഒരാൾക്ക് കുതിരസവാരി പഠിപ്പിക്കാം മറ്റാളെ മരത്തുമ്മ കയറല് പഠിപ്പിക്കാം അപ്പൊ രണ്ടാളും പഠിപ്പിക്കലുമായി രണ്ടാളും പഠിക്കലുമായി മനസ്സിലാ ഇങ്ങനെ ഇതുകൊണ്ട് അന്ന് മുതൽ ഇവരെന്തായി നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയി വളരെ അടുത്ത കൂട്ടുകാരായി ഫിലിം കെ കിസ്സോമേക്ക് യാദ്ഗാർ കിസ്സ ഇനി ഫിലിമിലെ കഥകളിലെ ഒരു ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ഓർമ്മിക്കേണ്ട യാദ്ഗാർ ഒരു ഓർമ്മിക്കേണ്ട കഥ കിസ്സ ചായക്ക് ദുക്കാൻ ചലാനെ വാലേക്ക് അധൂരെ ഏക് തരഫ് കാ പ്രേം കാ ബിഹേ ചായക്കട നടത്തുന്നവന്റെ അപൂർണമായിട്ടുള്ള വൺ സൈഡ് ലവ് അല്ലെങ്കിൽ വൺ വേ ലവ് ഏകപക്ഷീയമായ സ്നേഹം മനസ്സിലായോ ചൂവേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമല്ല അതായത് മറ്റാൾ അറിയില്ല ഇന്ന ഇയാൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയില്ല മനസ്സിലായോ ഇയാൾ ഇങ്ങനെ ഒരാളിങ്ങനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ആ മറ്റാൾക്ക് അറിയില്ല ഇന്ന ഇയാൾ എന്ത് ചെയ്യണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ല അതാണ് വൺ വേ ലവ് മനസ്സിലായോ അവിടെ ഏകപക്ഷീയമായ പ്രേമം അല്ലെങ്കിൽ ആ സ്നേഹം ഇത് ആ ഫിലിമില് ആ ചായക്കട നടത്തുന്ന ആള് അത് നോക്കി നമുക്ക് ആ ഫിലിം കണ്ടറിയാം ചായക്കട നടത്തുന്ന ആള് പറഞ്ഞാൽ ബാട്ടീസ ഈ ശരിക്കും ആ ഫിലിമില് കാണുന്നത് ബാട്ടീസ ലൂസി മാഡമിനെ സ്നേഹിക്കുന്നുണ്ട് ലൂസി മാഡം എന്ന് പറഞ്ഞാൽ ഒരു വിദേശി വനിതയാണ് ടൂറിസ്റ്റാണ് അപ്പൊ അവൾക്ക് ഇങ്ങോട്ട് ഇയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊന്നും അവൾക്കറിയില്ല അങ്ങനെ ഈ ചായക്കടക്കാരന് ഇവളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഇവള് പോവാന്ന് പറയുമ്പോ അപ്പോഴാണ് ചായക്കടക്കാരന് ആകെ അന്തം വിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കണം ആ ഫിലിമില് ഈ ചായക്കടക്കാരനായ ബാട്ടീസ അവളെ സ്നേഹിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പൊ നോക്കുക അതാണ് അവിടെ പറഞ്ഞ ഏകപക്ഷീയമായ സ്നേഹം और उस लड़के का भी जो सुदूर बीहड़ में बैठा അതുപോലെ തന്നെ ഒരു ആൺകുട്ടി അവന് ദൂരെയുള്ള ബീഹഡ്മേ ബൈട്ട ദൂരെയുള്ള ഒരു ഉയർച്ചയും താഴ്ചയും ഉള്ള അല്ലെങ്കിൽ ഒരു കുണ്ടും കുഴിയൊക്കെ ഉള്ള ഒരു പ്രദേശത്ത് പോയി ഇരുന്നിട്ട് അമിതാഭ് ഫിലിം ദേക്കർ അമിതാഭ് ബച്ചന്റെ ഫിലിം കണ്ടിട്ട് ഉൻകി നക്കൽ കർക്കെ അയാളെ അനുകരിച്ചിട്ട് അമിതാഭ് ഹോജാൻ സ്വയം അമിതാഭ് ആവാൻ ആഗ്രഹിക്കുന്നു അതായത് ആ ഫിലിമിൽ വേറൊരു കുട്ടിയുണ്ട് 22 വയസ്സാ ഒരു 20-22 വയസ്സായ ഒരു ചെറുക്കുണ്ട് ഇവര് തമ്മിൽ എപ്പോഴും തല്ലോടും ആരെ തമ്മില് ഈ എന്താ പറയാ കലാമും ഈ പറഞ്ഞ ചെറുക്കനും അതായത് രൺവിജയൻ അല്ലാത്ത രൺവിജയന് ചായക്കടയിലൊന്നുമല്ല രൺവിജയന് ഒരു രാജകുമാരനാണ് അല്ലെങ്കിൽ ഉയർന്ന ജാതിയിലെ പെട്ട റാണയുടെ മകനാണ് രൺവിജയൻ ഈ ചായക്കടയില് ഈ എന്തുണ്ട് ഈ കലാം നിൽക്കുന്ന ചായക്കടയില് ഒരു കുറച്ച് കലാമിനെക്കാട്ടി കുറച്ച് നീളമുള്ള കുറച്ച് പ്രായമുള്ള ഒരു ചെറുക്കന് എന്തുണ്ട് അതിലുണ്ട് അവന് അമിതാഭ് ബച്ചനെ പോലെ ഇങ്ങനെ അമിതാഭ് ബച്ചനെ അനുകരിക്കാൻ നിൽക്കുന്നു മനസ്സിലായി അവന്റെ ഫോട്ടോ ഒക്കെ കൊടുത്തു വെക്കലും അമിതാഭ് ബച്ചന്റെ ഫോട്ടോ കൊടുത്തു വെക്കലും
എന്നിട്ട് അത് അനുസരിച്ച് അഭിനയിക്കാനൊക്കെ എന്ത് ചെയ്യണേ അവൻ ശ്രമിക്കാറുണ്ട്. ആര്? ഈ പറഞ്ഞ ചെറുക്കൻ. മനസ്സിലാ? അവന്റെ പേര് ഇതീ പറഞ്ഞിട്ടില്ല. ഒരു ചെറുക്കൻ, ഒരു 20-22 വയസ്സുള്ള ചെറുക്കൻ. ബസ് യക്ക് ഫർക്ക്, എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. ആ പാരഗ്രാഫ് കൂടി നമ്മൾ എടുക്കാം. നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ ആ പാരഗ്രാഫ് കൂടി എടുക്കാം. ബസ് യക്ക് ഫർക്ക്, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഫിലിമെ കലാം ദില്ലി ബൈ പहुंचता है. ഫിലിമിലെ കലാം ഡൽഹിയിൽ നിർത്തുന്നു. ഫിലിമിലെ കലാം ഡൽഹിയിൽ എത്തുന്നു. और उसे अपनी पसंद के स्कूल जाने के मौका भी मिलता है. അവന് ഇഷ്ടമുള്ള സ്കൂൾക്ക് പോകാനുള്ള ചാൻസും കിട്ടുന്നുണ്ട്. മനസ്സിലാ? അതായത് മിഹിർ പറയണേ ഒരു വ്യത്യാസമുണ്ട്, എന്റെ ചെറുപ്പത്തിലും ഇതും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലാ? ഈ ഫിലിമിലുള്ള കലാമ് ഡൽഹിയിൽ വരെ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് പറ്റിയ സ്കൂൾക്ക് പോകാനുള്ള അവസരം കിട്ടുന്നുണ്ട്. എന്നാൽ മേരെ ബച്പൻമേ, എന്റെ കുട്ടിക്കാലത്ത് ഐസൻ ഹിയോത്ത അങ്ങനെ ഉണ്ടായിട്ടില്ല. അതായത് മോർപാലും മിഹിറും തമ്മിലുണ്ടായപ്പോ മോർപാലിന് അങ്ങനെയുള്ള അവസരം കിട്ടിയിട്ടില്ല. മോർപാൽ കാ സ്കൂൾ കണ്ടോ, മോർപാലിന്റെ സ്കൂള് 8വീं के बाद 8ാം ക്ലാസ്സോട് കൂടി വിടുന്നു. അവന്റെ സ്കൂള് 8ാം ക്ലാസ്സോട് കൂടി നിർത്തുന്നു എന്നർത്ഥം. അല്ലെങ്കിൽ ചുടുവാദിയത്തെ നിർത്തിപ്പിക്കുന്നു, അവന് നിർത്തേണ്ടതായി വരുന്നു. മനസ്സിലാ? 8ാം ക്ലാസ്സോട് കൂടി അവന്റെ പഠിത്തം നിർത്തുന്നു. എന്നാൽ ഫിലിമിലുള്ള കലാമാണെങ്കിലോ അവൻ ഉയർന്നു പോകുന്നു. സ്കൂളിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, അവൻക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലൊക്കെ പഠിക്കാനും അവൻക്ക് സാധിക്കുന്നു. ഡൽഹിയിൽ വരെ അവൻ എത്തുന്നു. ആ ഒരു വ്യത്യാസം ഉണ്ട്. അതാ പറഞ്ഞേ, ബാക്കിയൊക്കെ കറക്റ്റാണ്. ഇവിടെ ഒരു വ്യത്യാസം. അപ്പിനെ പിതാക്കി തറയും, അവൻ തന്റെ പിതാവിനെ പോലെ ആജ് ബി ഇന്നും വഹി ഗേത്തി മസൂരി, ആ കൃഷിപ്പണി ചെയ്യുന്നു. ഇന്നും തന്റെ പിതാവിനെ പോലെ കൃഷിപ്പണി ചെയ്യുന്നു. ആര്? ഈ മോർപാല്. ഇസലിയെ, അതുകൊണ്ട് മേരലിയെ, എന്നെ സംബന്ധിച്ചിടത്തോളം മിഹിർ പറയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം കലാം കി കഹാനി, കലാമിന്റെ കഥ, സൗമേ ഏക് കി കഹാനി, 100ൽ 1 മാത്രമാണ്. ഒരുപാട് കഥകൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ 1 മാത്രമാണ് ഈ കലാമിന്റെ കഥ. ഹമേ ബാക്കി 99 കഹാനിയും, ബാക്കിയുള്ള 99 കഥകളെയും ഹബീബുല്ല ചെയ്യും, ഒരിക്കലും മറക്കരുത്. ജോ ഹമാരെ ബച്പൻ, ഏതാണോ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായത്, ആ കഥകളൊന്നും ഒരിക്കലും മറക്കരുത്. അതിൽപ്പെട്ട ഒരു കഥ മാത്രമാണ് ഈ കലാമുമായുള്ള ഈ കഥ. ഇതുപോലെ 100 കണക്കിന് കഥകൾ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലാ? അതൊരിക്കലും അപ്പൊ കുട്ടിക്കാലത്തുള്ള കഥകൾ ഒരിക്കലും മറക്കരുത്. ഓക്കെ, തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാം, ഏതെങ്കിലും ഭാഗം മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കണം, ഈ പാടാണ്ട് തീർക്കണം. ഓക്കെ, എന്തെങ്കിലും സംശയം ഇതിൽ ഞാൻ ഗ്രാമർ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു വിചാരിച്ചിനും, അപ്പൊ സമയമില്ലാത്തത് കൊണ്ട് ആ 1 മണിക്കൂർ ഏറെ പോയല്ലോ, സമയം കഴിഞ്ഞു. കുറച്ച് സമയങ്ങളോട് ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഓക്കെ, എനി ഡൗട്ട്? കത്തൈ എന്ന് പറഞ്ഞാൽ ഒരിക്കലും, നെവർ. മിൻഹ, കത്തൈ ഒരിക്കലും നിർത്തും, നെവർ. ക്ലിയർ ആയില്ല അനിയൻ? ഓക്കെ, ക്ലിയർ ആണ്. എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണ്. സൽവ.